Hi everyone, welcome to another session from Quantitative Aptitude. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് നോക്കാം. സോ ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇറ്റ് മൈ ടേക്ക് സം ടൈം ടു റീഡ്. ഐ വിൽ ഗിവ് യു 1.5 minutes ഫോർ സ്റ്റാർട്ടിംഗ് വിത്ത് ദിസ് പ്രോബ്ലം. 1.5 minute ടൈം തരികയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഭവാനി എന്ന് പറയുന്ന ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് 3900 രണ്ട് സ്കീമിലിടുന്നു. ഒരു സ്കീമിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്, മറ്റേ സ്കീമിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് രണ്ടിൽ നിന്നും കൂടെ അവർക്ക് കിട്ടുന്നതെന്നുള്ള വാല്യൂം തന്നിട്ടുണ്ട്. സോ ഫോർമുല എല്ലാം നിങ്ങൾക്ക് അറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ്, ക്വസ്റ്റ്യനിലെ കൺസെപ്റ്റ് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഓക്കെ, തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട്. സോ IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. I think I was hiding the question. ഞാൻ കുറച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്യാം. What was the amount invested in scheme B ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യുവർ ടൈം എൻഡ്സ് നൗ. നമുക്കിനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. സോ ഭവാനി രണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സ്കീമും സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഗിവൺ ദ ടോട്ടൽ ഇൻട്രസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 years is going to be 3508. സം ഓഫ് ദ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം ബോത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 3508 ഈസ് ഈക്വൽ ടു SI1 പ്ലസ് SI2 അല്ലേ? ദിസ് ഈസ് യുവർ ബേസിക് ഇക്വേഷൻ. ഇനി SI1 എന്താണ്? P1 N1 R1 by 100 plus P2 N2 R2 the whole divided by 100. This is your equation അല്ലേ? ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ക്വസ്റ്റ്യനിൽ N1 തന്നിട്ടുണ്ട്. N1, N2 ഈസ് ഈക്വൽ ടു 2 years അല്ലേ? സെയിം ഇയേഴ്സ് ആണ് N1 ആൻഡ് N2. അതർ ഡേറ്റ എന്താണ്? P1 P2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് P1 പ്ലസ് P2 ഈസ് ഈക്വൽ ടു 13,900. കാരണം ടോട്ടൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടോട്ടൽ വാല്യൂ 13,900 rupees ആണ് ഭവാനി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ യുവർ P1 പ്ലസ് P2 ഈസ് ഈക്വൽ ടു 13,900. ലെറ്റ് us assume P1 as X. P1 ഈസ് ഈക്വൽ ടു X എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ P2 വിൽ ബി ഈക്വൽ ടു 13,900 മൈനസ് X ആൻഡ് വി ക്യാൻ ജസ്റ്റ് സോൾവ് ഫോർ X. സോ 3508 ഈക്വൽ ടു X ഇൻറ്റു 2 ഇൻറ്റു R1. ഓക്കെ, R1 R2 കൂടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. R1 ഈസ് ഈക്വൽ ടു 14% ആൻഡ് R2 ഈക്വൽ ടു 11%. and this is per annum and question ബാക്കിയെല്ലാം 2 years അല്ലേ? number of years is in 2 years. so always just be careful that the value you are applying for the duration should be the same unit as that of your rate of interest. okay, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. per annum ആണെങ്കിൽ per year ആയിരിക്കണം നിങ്ങളുടെ n-ൻ്റെ യൂണിറ്റ്, അതായത് number of duration of time durationൻ്റെ യൂണിറ്റ് should be also equal to the same yearly return. so x into 2 into r1 നമുക്ക് എത്ര ആണെന്ന് അറിയാം. so x into 2 into 11 by 100, sorry x into 2 into 14 by 100 ആണ് നമ്മുടെ R1 plus 13,900 minus x multiplied with N2 എത്രയാണ്? N2 is also 2 into 11 the whole divided by 100. now we just have to solve for x and find the solution. so solving for x എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. okay, let's try to solve for x. so x into 2 into 14 നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യാം. സോ ദിസ് വാസ് ഈക്വൽ ടു 3508 വിച്ച് ഈസ് ഈക്വൽ ടു 28x by 100 എന്ന് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിക്കൂടെ? 28x by 100 പ്ലസ് 13,900 minus x into 22 by 100. so this is equal to 13,900 into 22 minus എത്രയാണ്? 22x.
22x the whole divided by 100. So 100 ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 350,800 equal to 28x plus 13,900 multiplied with 22 minus 22x എന്ന് എഴുതാം അല്ലേ. So this is equal to 6x and നമ്മൾ 13,900 multiplied with 22 എത്രയാണെന്ന് നമുക്ക് നോക്കാം. This is equal to, when multiplied together, this value is equal to 30,5800. So 6x is equal to 350,800 minus 30,5800. So this is equal to how much? 45,000. So your value is equal to 45,000. 6x is equal to 45,000 or x is equal to 45,000 by 6 എത്രയാണ് 2 15,000. So x is equal to 7,500 അല്ലേ, cancelling these two. So നമ്മുടെ x ന്റെ value is equal to 7,500. x is what? Your p1. So p2 is equal to 13,500 minus x അല്ലേ. സോ ചാടി കയറിയിട്ട് നമ്മൾ ഏതായാലും 7,500 ഓപ്ഷനിലില്ല. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. സ്കീം ബിയിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്കീം ബിയിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഈക്വൽ ടു 13,500 മൈനസ് എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 13,500 മൈനസ് 7,500. This is equal to so 13 minus 6, this is equal to 6,000. Your investment in P2 is equal to 6,000. X is equal to 7,500 and നമ്മുടെ P1 value okay 13,900 ആയിരുന്നു. So this was 13,900. So your value will be 6,400 and your option will be option A അല്ലേ. സോ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്തതെന്നുള്ള ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ യുവർ ടോട്ടൽ ഭവാനിയുടെ കയ്യിൽ ഷീ ഹാഡ് എ കോർപ്പസ് ഓഫ് മണി, ഒരു 13,900 രൂപ കയ്യിലുണ്ടായിരുന്നു. അതിനെ 2 സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2 സ്കീമിൻ്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 2 സ്കീമിലെയും അത് റിട്ടേൺ ആവുന്നത് 2 years ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്കീമിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാല്യൂ, അതായത് എക്സിന് ആദ്യം സോൾവ് ചെയ്യുന്നത്, എന്നിട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് സ്കീമിലെ ഇൻവെസ്റ്റ്മെൻറ്റും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. വളരെ ഇതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വിത്തിൻ ടൈം നിങ്ങൾ ഈ ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. Otherwise the question is straightforward. You can get the marks directly. IPMAT 2020 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോബ്ലം. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് തന്നിരിക്കുന്നത്, IPMAT 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ എ സർട്ടൻ സം ഫോർ 2 years is twice the amount of simple interest for 2 years. Then the rate of interest per annum is -% എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. So I'll give you 1 minute time. You may approach the problem starting from now. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഫോർമുല എന്താണെന്നെല്ലാം അസ്യൂം ചെയ്യാം. അത് ഇവിടെ അസ്യൂം ചെയ്യല്ല, അത് ഇവിടെ റൈറ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യുവർ ടൈം എൻഡ്സ് നൗ. സോ ലെറ്റ് us try to solve this question now. നിങ്ങളുടെ ടൈം എൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഔട്ട് വാട്ട് ഈസ് ഗിവൺ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 2 times യുവർ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. And also what all other data is given. Your principal is the same അല്ലേ, principal value ചേഞ്ച് ചെയ്യുന്നില്ല, equal to p is twice then the rate of interest if the compound interest earned on a certain sum for 2 years. Number of years എന്താണ് is equal to 2 years അല്ലേ. then the rate of interest per annum എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. so rate of interest will remain the same in both the cases. so compound interest is equal to 2 times simple interest. so we are just solving for r. so compound interest ന്റെ ഫോർമുല എന്താണ്? compound interest is equal to p into 1 plus r the whole power n minus 1.
equal to 2 times your simple interest, which is equal to PNR by 100. PNR by 100. So n is equal to 2 years on. So this is capital N on whatever it may be. So capital N is equal to 2. So this can be rewritten as P namakku cancel out cheyam. N is equal to 2. 1 plus R the whole square minus 1 equal to 2 times 2 into, okay, R by 100, capital R by 100 is same as your small r. This is equal to R. So R square plus 2R minus 1 equal to 4R. So R square plus 2R minus 2 equal to 4R, or this is equal to 4R minus 2R will be equal to 2R, and this is R square minus 2. R square minus 2. Okay, ഇവിടെ plus 1 ആയിരുന്നു. So this is equal to, this cancels out, and this is equal to R square plus 2R. So R square equal to 2R എന്നാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്നത്. So R square is equal to 2R means what? Your R is equal to 2R by R, which is equal to 2. അല്ലേ, നമ്മൾ R cancel out ചെയ്യാണ് രണ്ട് സൈഡിൽ നിന്നും. So this is equal to, your rate of interest is equal to 2%. So small r is equal to 2%, which means capital R equal to 2 into 100, which is equal to 200%. അല്ലേ. So this option A will be your correct answer. Clear അല്ലേ കൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത്? So this is how we solve this kind of problems. Okay, so this is equal to 200% ആണ് നമ്മൾ ക്വസ്റ്റ്യനിൽ. Okay, so ഇതിൽ ചെറിയൊരു എറർ ഉണ്ട്. ദേ ഷുഡ് നോട്ട് ബി റൈറ്റിംഗ് പെർസെൻറ്റേജ് ഓവർ ഹിയർ, കാരണം ഇവിടെ ഓൾറെഡി ഡാഷ് പെർസെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡാഷ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 200, കാരണം 200% ആണ് നമ്മുടെ വാല്യൂ വരുന്നത്. സോ അഗെയിൻ ദിസ് വുഡ് ബി യുവർ ആൻസർ. Now let us move on to the next question. I think this is the last question from previous years. Sorry, there is one more question. This question I will solve it. I'll give you 1 minute's time, and your time starts now. Question, Veena is paying some money to Sida at the simple interest rate lana, and Geeta is also paying some money to Sida. So Sida ഇവിടെ ഒരു ബാങ്ക് പോലെയാണ്. വീണയും ഗീതയും are paying money to both of them are paying money to Sida. Simple interest rateും compound ബാക്കി റേറ്റ്സ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. We are asked to find രണ്ടുപേരും സെയിം എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ then Geeta paid loan after how many months എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. I'll just move a bit for you to read the question entirely. So your time ends now. We are going to attempt this problem. Okay, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കുവാണ്. So let us try to solve this question by putting all the data into this. ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? വീണ ഹാസ് ടു പേ ₹2460 to Sida. സീത ഇവിടെ ബാങ്ക് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ബോത്ത് വീണ ആൻഡ് ഗീത ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം സീത, ആൻഡ് ആ ലോൺ എമൗണ്ട് സെയിം ആണ് രണ്ട് കേസിലും, അല്ലേ? ലോൺ എമൗണ്ട് റിമെയിൻസ് സെയിം. സെക്കൻഡ് എന്താണ്, ആൻഡ് ബാക്കി ഇഫ് ബോത്ത് ടുക്ക് ദ സെയിം എമൗണ്ട് ഓഫ് ലോൺ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫ്രം സീത, ആൻഡ് ദെൻ ഗീത പെയ്ഡ് ലോൺ ആഫ്റ്റർ ഹൗ മെനി മന്ത്സ്? ഗീത എത്ര മന്ത്സിന് ശേഷമാണ് പേ ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വാട്ട് എൽസ് ഇസ് ഗിവൺ? ബോത്ത് ഹാവ് ടു പേ ദ സെയിം എമൗണ്ട് അല്ലേ? ബിക്കോസ് സംവെയർ ഇറ്റ് ഇസ് മെൻഷൻ, both Sita and Veena is paying the same amount at the end of 5 months. 5 months and 6 months. ഇവിടെ സെക്കൻഡ് കേസിൽ എത്രയാണ്? ആഫ്റ്റർ സർട്ടൻ മന്ത്സ്. ആ മന്ത്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ദ സെയിം എമൗണ്ട് ഹാസ് ടു ബി റീപെയ്ഡ്. സോ ഈ ഒരു രണ്ട് കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആണ്. അതായത് ലോൺ എടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് ഇസ് ദ സെയിം, ആൻഡ് എടുത്തിരിക്കുന്ന ലൈക്ക് ദ ഫൈനൽ എമൗണ്ട് വിച്ച് യു ഹാവ് ടു പേ അറ്റ് ദ എൻഡ് ഓഫ് യുവർ ലോൺ പീരീഡ് ഈസ് ഓൾസോ ദ സെയിം. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് ഓൺലി വൺ ചാൻസ് ദാറ്റ് ഈസ് യുവർ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൾസോ ഷുഡ് റിമെയിൻ ദ സെയിം. കാരണം എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഈസ് ഈക്വൽ ടു എ പ്ലസ് യുവർ എമൗണ്ട് പ്ലസ് പി അല്ലേ, ആൻഡ് SI1 ഈക്വൽ ടു A1 പ്ലസ് P1, SI2 ഈക്വൽ ടു A2 പ്ലസ് P2. A1 ഈക്വൽ ടു P1 and A2 equal to P2. അങ്ങനെയാണെങ്കിൽ SI1 should be equal to SI2. This is the very simple logic which will help you to solve this problem. Clear അല്ലേ? കാരണം
Simple interest is equal to your total amount plus your principal. Sorry, this is equal to A minus P. I'm really sorry. This is equal to A minus P. Whatever it may be, when A1 is equal to A2 and when P1 is equal to P2, your simple interest will also remain the same. Concept clear alle? So by this logic, we are going to solve this particular question. So നമ്മൾ ഇനി questions simple interest same ആണെന്ന് കണ്ടുപിടിച്ചു. So your SI1 is equal to SI2. അങ്ങനെയാണെങ്കിൽ P1 N1 R1 by 100 will be equal to P2 N2 R2 by 100. ഇനി question എന്താണ് തന്നിരിക്കുന്നത്? N1 എത്രയാണ്? 6% of simple interest per annum ആണ്. Questionil rate of interest per annum ആണ് തന്നിരിക്കുന്നത്, but we are given the duration in 5 months. In duration is given in 5 months. So ഈ ഇൻട്രസ്റ്റിനെ നമ്മൾ 5 മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. പെർ ആനത്തിനെ പെർ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ പെർ മന്ത് റേറ്റ് എത്രയാണ്? R1 should be written in per month rate. R2 also should be written in per month rate. So P1 and P2 remains the same അല്ലേ? കാരണം എന്താണ്? P1 is equal to P2 ആണ്. Principal which has to be paid is the same. N1 R1 ആണ് നമുക്ക് നോക്കേണ്ടത്. N1 is equal to 5 months at 6% ആണ്. So N1 എത്ര ആയിരുന്നു? N1 is 5 months into 6%നെ നമ്മൾ 6 by എത്രയാണ്? 12 the whole divided by 100 എന്ന് എഴുതുന്നു. Equal to, we are asked to find N2 into R2 is equal to 7.5%. 7.5 by 12 the whole divided by 100. ഇവിടെ എന്തിനാണ് നമ്മൾ divide by 12 ചെയ്യുന്നത്? Because both the rates are given per annum and the duration is given in months. അപ്പോൾ നമ്മൾ റേറ്റിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇയർ. ഒരു ഇയർ എന്ന് പറഞ്ഞാൽ 12 മാസമാണ്. അപ്പം 6 നമ്മളെ റേറ്റിനെ നമ്മൾ ആ ഒരു വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുന്നു. സോ ദിസ് വിൽ ഗിവ് യു ദ ആൻസർ ആസ് this is 2, this is 2.5 by 100 equal to N2 into 7.5 by 12 into 100 cancels out. So N2 is equal to 12 into 2.5 by 7.5 alla. We just have to cross multiply. This is 3, this is equal to 4. N2 is equal to 4 years. നമ്മുടെ duration is equal to 4 years and your 4 years alla, it should be 4 months. കാരണം നമ്മൾ assume ചെയ്താണ് N1 and N2 are in months because rate എല്ലാം convert ചെയ്തത് monthsലേക്കായിരുന്നു. So your answer is 4 months. So this would be your answer. Logic and concept clear ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ട് ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. When your amount and your principal is the same, your simple interest will also remain the same by this particular formula. Simple interest is equal to your total amount minus your principal. So amount and principal രണ്ട് കേസിലും സെയിം ആവുന്ന സ്ഥിതിക്ക് your simple interest should also be remaining the same. ഫോർമുല വെച്ചിട്ട് നമ്മൾ അത് പ്രൂവ് ചെയ്താണ്. എന്നിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. And the one thing which you have to be careful is that when you are using the rate should be written in the same unit as that of the months unit. ഇവിടെ മന്ത് ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, ഇവിടെ നമ്പർ ഓഫ് മന്ത്സ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റേറ്റിനെ മന്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. So hope this concept is clear to you. This is how we should be solving these kind of problems. Okay. So loan അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈ ഒരു ഏരിയാസ് എല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. IPMAT 2020 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ ഐ തിങ്ക് വി ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് നൗ. ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അതേപോലെ ഒന്നും കൂടെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബി ഗോയിങ് ബാക്ക് ടു ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ ദ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ വാല്യൂ ആഡഡ് നോട്ട്സും അതേപോലെ അതെല്ലാം ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക റിഗാർഡിങ് ദ കൺസെപ്റ്റ്സ്. അതർവൈസ് ഇത്രയും പ്രോബ്ലംസ് ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. ലെറ്റ് us മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് നൗ. ഓക്കെ. സോ അണ്ടിൽ ദാറ്റ് ടൈം ബൈ.